സംസ്ഥാനത്തെ പള്ളികളെല്ലാം പെരുന്നാൾ നമസ്കാരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. തലസ്ഥാനത്തും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈദ് നമസ്കാരത്തിനായി ഒരുക്കിയിരിക്കുന്നത്. പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനുള്ളിൽ ഈദ് നമസ്കാരവും ഖുത്ബയും നടക്കും. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകും. വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. എന്തൊക്കെയാണ് തലസ്ഥാന നഗരിയിൽ നിന്നുള്ള വലിയ പെരുന്നാൾ വിശേഷങ്ങൾ? ചടങ്ങുകളൊക്കെ ആരംഭിച്ചോ? പ്രശസ്തരായിട്ടുള്ള ആളുകൾ കൂടി ഇന്നിപ്പോൾ പലയിടങ്ങളിലും ഈദ്ഗാഹിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആദ്യം തന്നെ ഈദ് മുബാറക്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ബലിപെരുന്നാളിനായി തലസ്ഥാനം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഈദ് നമസ്കാരത്തിനായി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. തലസ്ഥാനത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈദ് നമസ്കാരത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഇതാ വിശ്വാസികളൊക്കെ തന്നെയും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 7:30-ക്കാണ് നമസ്കാരം. ഒപ്പം തന്നെ പാളയം ഇമാം VP സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് നമസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ഈദ് നമസ്കാരവും ഖുത്ബയും നടക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ഈ പറഞ്ഞതുപോലെ ത്യാഗസ്മരണയുടെ ഒരു ഓർമ്മ പുതുക്കലാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇബ്രാഹിം നബിയുടെയും ത്യാഗസ്മരണ പുതുക്കുന്ന ദിനമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ത്യജിച്ചതും സൃഷ്ടാവിൽ സമർപ്പിച്ചതും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. രാവിലെ തന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഇവിടെ 7:30-ക്ക് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച ശേഷമാണ് വിശ്വാസികൾ ബലികർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ബന്ധുമിത്രാദികളുടെ വീടുകൾ സന്ദർശിക്കുന്നത്, സൗഹൃദം പുതുക്കുന്നത്, ഈ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നത്, സൗഹൃദം പുതുക്കുന്നതൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. ഏതായാലും ഒരു ഒത്തുചേരൽ കൂടിയാണ് ഈ പെരുന്നാൾ എന്നതുകൂടി പറയേണ്ടി വരും. കാരണം ഒരുപക്ഷെ ഓരോ കുടുംബങ്ങളിലെയും തലമുറകളുടെ ഒത്തുചേരൽ എന്നൊരു സവിശേഷത കൂടി എല്ലായ്പ്പോഴും ഈ പെരുന്നാളുകൾക്ക് ഉണ്ട് എന്നതാണ്. ഈ ഹജ്ജിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഒരു ദിനം കൂടി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹാജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്നലെ വിശ്വാസികളെല്ലാം അറഫ നോമ്പ് എടുത്തിരുന്നു. ഇന്ന് ഈ ഈദുൽ അദ്ഹ അതിൻ്റെ ആഘോഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തലസ്ഥാനത്ത് വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പാളയം ഇമാമിന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ ഈദ് നമസ്കാരത്തിലേക്ക് കടക്കും. നേരത്തെ ഈ ചെറിയ മൂടൽക്കെട്ടുകളൊക്കെ തന്നെ മഴക്കാറൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മഴ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഈ ജുമാ മസ്ജിദിലേക്ക് നമസ്കാരം മാറ്റുമെന്നതും നേരത്തെ തന്നെ പാളയം ഇമാം അറിയിച്ചിരുന്നു. ഏതായാലും നിലവിലിപ്പോൾ ഈ ഈദ് നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഓരോ വിശ്വാസികളും ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭൂതപൂർവ്വ ഒരു തിരക്കിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു. ഒരു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് നിരവധി വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പാളയം ഇമാം ഇവിടെ എത്തും. ഒരുപക്ഷെ പാളയം ഇമാമിന്റെ സന്ദേശം എന്നത് തന്നെയായിരിക്കും ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. കഴിഞ്ഞ സന്ദേശത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് പാളയം ഇമാമിന്റെ സന്ദേശം വരുന്ന ഘട്ടത്തിൽ ഞാൻ മടങ്ങി വരാം തിരുവനന്തപുരത്തേക്ക്. സുനിഷ, ഇന്നിപ്പോൾ ഇത് ഈ വലിയ പെരുന്നാളിൽ എവിടെ നിന്നാണ് ഉച്ചഭക്ഷണം? പെരുന്നാളിന് ബിരിയാണിയൊക്കെയാണ് സ്വാഭാവികമായും നമ്മളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ബിരിയാണി കഴിക്കുമ്പം അടുത്തുള്ളയാൾ പട്ടിണി കിടക്കുന്നതും നമ്മളൊന്ന് ഓർമ്മിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സുനിഷ ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്നാണ്? സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അരുൺ, ഏതായാലും എല്ലായിടത്തും ഈ ബിരിയാണി മണമൊക്കെ തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ പ്രിപ്പറേഷനൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാകും. അതുകൊണ്ട് കൃത്യമായി എവിടെയെങ്കിലും ബിരിയാണി കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ സുരേഷ, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത, ആരും ലോകത്ത് പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനം കൂടിയാണ്, ത്യാഗത്തിന്റെയും. ഒരു മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടതിനെ ത്യജിക്കാൻ കഴിയുന്ന മനസ്സിലാണ് ഏറ്റവും കൂടുതൽ സഹനക്ഷമതയുടെ ആയുധം പ്രയോഗിക്കപ്പെടുക. അതുകൊണ്ട് അവനായിരിക്കും പുണ്യം നേടുന്നത് എന്നതുകൂടിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം. പലപ്പോഴും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ത്യജിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് എന്താണ്? അത് നിങ്ങളുടെ മകനാണ്. ആ മകനെ തന്നെ നിങ്ങൾക്ക് ത്യജിക്കേണ്ടി വന്നാലോ, അത് പൂർണ്ണമായും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അത് നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ മകൻ കൂടി അതിന് തയ്യാറാവുന്നു എന്നുള്ളതാണ് ബലിപ്പെരുന്നാളിന്റെ സന്ദേശം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക്
നമുക്കൊന്ന് കൊച്ചിയിലേക്ക് പോകാം. ത്യാഗസ്മരണകൾ പങ്കുവയ്ക്കുകയാണ് വിശ്വാസികൾ. ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എറണാകുളത്തും വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. എന്തൊക്കെയാണ് കൊച്ചിയിലെ കാഴ്ചകളും വിശേഷങ്ങളും? നടൻ മമ്മൂട്ടി അടക്കമുള്ളവരൊക്കെ ഈ സലഫി ജുമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ഈദ് മുബാറക്. എന്തായാലും കൊച്ചിയിലും വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ നടക്കുകയാണ്. ഈ ബലിപെരുന്നാളിന്റെ ഓർമ്മകളുമായി വിവിധ ഇടങ്ങളിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരത്തിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കലൂരടക്കമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്ര സലഫി ജുമാ മസ്ജിദിലാണ്. ഇവിടെയാണ് നടൻ മമ്മൂട്ടി ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി എത്തിയത്. ഏതാണ്ട് 6:45 കൂടിയാണ് മമ്മൂട്ടി എത്തിയത്. സാധാരണ കൊച്ചിയിൽ ഉള്ള സമയത്തൊക്കെ തന്നെ മമ്മൂട്ടി കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹിൽ പങ്കെടുക്കാറുണ്ട്. സാധാരണ മകൻ ദുൽഖർ സൽമാൻ കൂടി പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ദുൽഖർ സ്ഥലത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 6:45 കൂടിയാണ് മമ്മൂട്ടി ഈ കാണുന്ന കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ എത്തിയത്. അല്പസമയത്തിനകം തന്നെ നിസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി അദ്ദേഹം പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ പെരുന്നാളിനൊക്കെ തന്നെ അദ്ദേഹം വിദേശത്തായിരുന്നു. എന്തായാലും ഇത്തവണ നാട്ടിലുള്ള പശ്ചാത്തലത്തിലാണ് കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ അദ്ദേഹം ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. പൊതുവെ ഇത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മോശം കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ തുറന്ന സ്ഥലങ്ങളിലുള്ള ഈദ്ഗാഹുകൾ ഇത്തവണ വളരെ കുറവാണ്. എങ്കിൽ പോലും പരമാവധി സ്ഥലങ്ങളിൽ പരമാവധി ആളുകൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കലൂർ, മട്ടാഞ്ചേരി അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈദ്ഗാഹിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസികളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഈദ്ഗാഹുകളിൽ പങ്കെടുക്കാൻ, അതോടൊപ്പം തന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാനൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ആളുകൾ ഇത്തരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്.